ഈ സംഭവങ്ങളുടെ പിന്നിൽ എന്തായിരിക്കാം? മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകുമോ? കാരണം ഇതെല്ലാം ഒരു വശത്ത് ആഭ്യന്തര വകുപ്പിന്റെ ആഹ്, സാന്നിധ്യമുണ്ട്. ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഇപ്പോൾ ഷാജൻ സ്ക്രിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഷാജൻ സ്ക്രി ബി ജെ പി ഒക്കെ ആയിട്ടും വർഗീയതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആ അഭിപ്രായങ്ങൾ അവിടെ നിലനിൽക്കട്ടെ. ഉം. അതിനകത്ത് എനിക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. എന്താണെന്നറിയാമോ? വിട്ടുവീഴ്ചയില്ലാതെ അഴിമതി വിഷയങ്ങളിൽ നിലപാടെടുക്കുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പൊതുസമൂഹത്തിനും അത്തരത്തിലൊരു ചിന്തയുണ്ട്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ആ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇപ്പം മാധ്യമങ്ങൾ പൊതുവിൽ തൊടാൻ മടിക്കുന്ന പല മുതലാളിമാരെയും, യൂസുഫ് അലി ഇതുപോലുള്ള ആളുകൾ, ഗോകുലം ഗോപാലൻ, അങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ തൊടുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ളത്. രണ്ട്, അയാളെ എങ്ങനെയെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും അകത്താക്കി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കാലമായി പോലീസ് നടക്കുന്നുണ്ട്. പക്ഷേ ഉം. അയാളെ ഇതുവരെ ജയിലിൽ ഇടാൻ കണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു. രണ്ടാമത്തെ. മൂന്നാമത്തെ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്, ലിയോ പറഞ്ഞതിനകത്തൊരു യുക്തിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസങ്ങൾ, കഴിഞ്ഞ 2-3 ആഴ്ചകളായി നടക്കുന്ന സംഭവങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ വിഷയങ്ങളിലൊന്നും വസ്തുനിഷ്ഠമായ തെളിവുകളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും കേസുകളിലേക്ക് പോവുകയാണ്. ഉം. പക്ഷേ അതിൻ്റെ ടോം ചാക്കോ ഒരു ചുക്കുകളുടെ വിഷയത്തിലില്ല. പക്ഷേ അതിൻ്റെ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് 8 ദിവസം പോയി. പിന്നെ ശ്രീനാഥ് ബാസിയുടെ വിഷയം വന്നു. പിന്നെ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ വിഷയം വന്നു. അതിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. അതിനുശേഷം വേടൻ്റെ ഒരു വിഷയം വന്നപ്പോൾ ഒരു 10 ദിവസം അതിനകത്തേക്ക് പോയി. അപ്പോൾ എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തോ ഒന്ന് പൊതുജന ശ്രദ്ധയിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം വളരെ നിർണായകമായിട്ട് ഉണ്ട്. ഉം. അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താ? മകളുമായി ബന്ധപ്പെട്ട്, SFIOയുമായി ബന്ധപ്പെട്ട്, കുറ്റപത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിഷയങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ അരിച്ചരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്.